ഹരിയാനയിൽ 3 ജില്ലകളിൽ EVM അട്ടിമറി നടന്നുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ജനവിധി അട്ടിമറിച്ചുകൊണ്ടുള്ള ഹരിയാനയിലെ ഫലം അംഗീകരിക്കാനാകില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് വീണ്ടും പരാതി നൽകുമെന്നും മുതിർന്ന നേതാവ് ജയറാം രമേശ് വ്യക്തമാക്കുന്നു. We have received very serious complaints on the process of counting, the functioning of EVMs in at least 3 districts. Touch with the Election Commission. The Election Commission has replied to my complaints. I have replied to the reply, but I just want to reiterate that the results in Haryana, totally unexpected, completely surprising and counterintuitive under these circumstances. It is not possible for us to accept the results that have been announced today. ഹരിയാനയിലെ ഹാട്രിക് വിജയം പക്ഷേ ആഘോഷമാക്കുകയാണ് BJP പ്രവർത്തകരും നേതാക്കളും. പ്രധാനമന്ത്രി ഏതായാലും അല്പസമയത്തിനകം ദില്ലിയിൽ BJP ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ മ്ലാനമായിരുന്ന BJP ക്യാമ്പ് പൊടുന്നനെ ആവേശത്തിലാകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ കോൺഗ്രസ് ക്യാമ്പിൽ പടക്കം പൊട്ടിച്ച ആഘോഷമായിരുന്നു. അത് മൗനത്തിലേക്ക് നീങ്ങുന്നതും കണ്ടു. ജനാധിപത്യത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ പക്ഷേ കോൺഗ്രസ് തയ്യാറല്ല. തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് ജയറാം രമേശ് വ്യക്തമാക്കുന്നതല്ലേ? വിനീത, തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ EVMനെ സംശയത്തിൽ നിലനിർത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസ് വ്യക്തമാക്കുന്നത് 3 ജില്ലകളിൽ EVMുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്രിമത്തിന്റെ സംശയങ്ങൾ ഉയർന്നിട്ടുണ്ട്. സോനിപത്ത്, അതോടൊപ്പം തന്നെ മഹേന്ദ്രഗർഹ്, ഹിസാർ എന്നീ ജില്ലകളിലാണ് ഇത്തരത്തിൽ പരാതികൾ ഉയർന്നിരിക്കുന്നത്. അതായത് ഈ ജില്ലകളിൽ എണ്ണിയ പല വോട്ടിംഗ് മെഷീനുകളിലും 99% ബാറ്ററി കാണിച്ചിരുന്നു. ഈ അത്തരത്തിൽ ബാറ്ററി 99% കാണിച്ച ഇത് തന്നെ വോട്ടിംഗ് മെഷീനുകളെല്ലാം BJP വിജയിക്കുകയും 70-60% ബാറ്ററി കാണിച്ച വോട്ടിംഗ് മെഷീനുകളിൽ കോൺഗ്രസ് വിജയിക്കുകയും ചെയ്തു. അതായത് ഇതിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന സംശയമാണ് ഇതിൽ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മുതിർന്ന നേതാക്കളായി കൂടിയാലോചന നടത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകും എന്നും കോൺഗ്രസ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിധിയെ അംഗീകരിക്കില്ല, ഒപ്പം ജനതാൽപര്യം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. രാവിലെ വോട്ട് എണ്ണുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കൃത്യമായ എല്ലാ കണക്കുകൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാവിലെ തന്നെ നൽകുകയും ചെയ്തു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി തള്ളിയിരുന്നു. അവർ വ്യക്തമാക്കിയത് ഒരു തരത്തിലുള്ള അട്ടിമറി കോൺഗ്രസിന്റെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. സമയബന്ധിതമായാണ് വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. എന്താണെങ്കിലും BJP ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ എത്തിയിരിക്കുന്നു. വിനിത ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ കോൺഗ്രസ് ആസ്ഥാനത്തായിരുന്നു ആഘോഷങ്ങൾ എങ്കിൽ ഉച്ചയോടെ അത് ഏറെക്കുറെ അവസാനിച്ചു. ഇപ്പോൾ വിജയം, പ്രത്യേകിച്ച് ഹാട്രിക് വിജയം ഹരിയാനയിൽ നേടിയ BJP ആസ്ഥാനത്തേക്ക് പ്രവർത്തകർ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി കൂടി ഇങ്ങോട്ട് എത്തും. അതോടെ വലിയ ആഘോഷത്തിലേക്ക് BJP ക്യാമ്പ് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ വിജയമാണ് ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്. അത് വലിയ തരത്തിൽ ആഘോഷമാക്കിക്കൊണ്ട് എന്താണെങ്കിലും പ്രധാനമന്ത്രി തന്നെ ഇന്ന് സംസാരിക്കും. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹരിയാനയിൽ അത്രയധികം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി കൃത്യമായി പ്രചരണത്തിൽ എത്തിയില്ല എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയർന്ന സ്ഥലമാണ്. അവിടെയാണ് വലിയ വിജയം എന്താണെങ്കിലും ഉണ്ടായത്. അതിൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അല്പസമയത്തിനകം തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. വിനിത, ശരി. ഏതായാലും BJP ആസ്ഥാനത്ത് അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണും. നമുക്ക് അതിലേക്ക് എത്തണം. നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയാണ്.